അതിപ്പോൾ കോട്ടയത്ത് താമസിക്കുന്ന ഒരാളിന് തിരുവനന്തപുരത്താണ് വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ് ഇന്ന റൂട്ടിലാണെന്ന് അദ്ദേഹം ഇന്നടത്ത് നിന്ന് എൻ്റെ ഇന്ന ട്രിവാൻഡ്രത്തുള്ള ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ സെക്ടറിലേ കൊടുക്കുള്ളൂ, വേറെ സ്ഥലങ്ങളെ കൊടുക്കത്തില്ല. അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് വരുന്ന വ്യക്തി ട്രീറ്റ്മെൻറ്റിന് വരുന്ന ട്രിപ്പ് മാത്രമേ കൊടുക്കൂ, അല്ലാതെ ഇപ്പോൾ അവിടുന്ന് കോട്ടയത്ത് നിന്ന് പാലക്കാട് പോകാൻ കൊടുക്കത്തില്ല. ഉടൻ വരും. ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ നിയമസഭയിൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഡയറക്ടർ ബോർഡ് KSRTC ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ എൻ്റെ പ്രോസസ്സ് ആരംഭിക്കും. പരമാവധി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി. കാരണം നമ്മളെല്ലാ ഡിപ്പോയിലേക്കും സർക്കുലർ കൊടുക്കണം. പിന്നെ ഈ റിസർവേഷൻ ചെയ്യുന്ന കമ്പനിക്കാർക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കണം. കാരണം അവരെ ഫ്രീ ആയിട്ട് റിസർവ് ചെയ്ത് കൊടുക്കണ്ടേ. അത് നമുക്ക് ഇതിന് തൊട്ട് പുറകെ പിന്നീട് പരിഗണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് പരീക്ഷിക്കട്ടെ. ഇത് എത്രത്തോളം വിജയം കൈവരിക്കുമെന്ന് അറിയണം. ഇതിൻ്റെ ഒരു ഡേറ്റയും അറിയണം, എത്ര പേര് കയറുന്നു, എത്ര പേര് വരുന്നൊക്കെ അറിയണം. അറിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യം പരിഗണിക്കാവുന്നതാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം മുഴുവൻ ഈ പറഞ്ഞതൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. ഇത് നാശത്തിലേക്ക് ഒരു സ്ഥാപനമാണ്. അത് പച്ച പിടിച്ച് വരുമ്പോൾ അനാവശ്യമായ സൗജന്യങ്ങൾ എൻ്റെ സൗകര്യത്തിന് പ്രഖ്യാപിക്കുന്നത് ശരിയുള്ള മര്യാദയല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മനുഷ്യത്വം അർഹിക്കുന്നൊരു കാര്യമാണ്. അതിനകത്ത് നമ്മളറിയാം, പണമുള്ളവരെല്ലാം ഒരല്പം പണം ഉണ്ടെങ്കിൽ പോലും ഒരു കാറ് പിടിച്ച് പിന്നെ അവർ സ്വന്തം കാറിലോ അവർ കീമോയ്ക്കും ഇത് റേഡിയേഷൻ പോകും. പക്ഷേ ഒരു ബസ്സിനെ ആശ്രയിക്കുന്നവർ ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവർക്കാണ് ഈ സൗകര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി റദ്ദ് ചെയ്തിരുന്നു, ഫ്ലാഗ് ഓഫ് പരിപാടി. നാളെ നടക്കും. നാളെ രാവിലെ നല്ല വൃത്തിയുള്ള ക്രമീകരണത്തോടെ നാളെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇയാൾ അന്ന് അത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇന്ന് നടക്കുന്നതെന്ന് നാളെ രാവിലെ 10 മണിക്ക് നടക്കുമ്പോൾ മനസ്സിലാവും. ക്യാൻസർ രോഗികളോടുള്ള കൺസേൺ മനസ്സിലാക്കും. മിനിസ്റ്റർ പ്രസംഗിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞത് ഒരു നന്നായിട്ട് തോന്നിയില്ല. അതായത് അതെന്താണ്? KSRTC ബസ്സുകൾ ഇപ്പോൾ വരുന്നത് രാജാവിനെ പോലെയാണ്. പക്ഷേ മുടന്തിയും അല്ലെങ്കിൽ ഞൊണ്ടിയും അങ്ങനെയായിരുന്നു. നേരത്തെ അങ്ങനെയായിരുന്നു. വളരെ അവശനായി ആർക്കും വേണ്ടാത്ത രീതിയിൽ ഉടുപ്പഴുക്കാവുന്ന വണ്ടികളായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ രാജാവിനെ പോലെയാണ് വരുന്നത്. കാരണം രാജകീയമായ വരവാണ്. നിങ്ങൾക്ക് ഏത് യൂട്യൂബ് ചാനൽ, ഇവിടെ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ ഓരോരുത്തരും KSRTC ആരാധനയോടെ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ മുമ്പിൽ വന്നുവിടുന്ന ഒരു KSRTC ബസ്സിൻ്റെ മനോഹാരിത, അതിൻ്റെ വരവും അതിൻ്റെ സ്റ്റൈലും കണ്ടിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് ഇടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. സാധാരണക്കാരായ ആളുകൾ അവർ റീൽസ് ഇടുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. നമ്മൾ ആ ചേഞ്ച് കണ്ടില്ല എന്നടിക്കരുത്. അതൊന്നും ഒരു വിഷയമാക്കരുത്. കാരണം എന്താ പറയുക, അതൊക്കെ ഒരു വിഷയമാക്കിയിട്ട് ഒരുതരം നല്ല കാര്യങ്ങളുടെ ഇടയിൽ അങ്ങനെ ഈ സദ്യക്കിടയിൽ നമ്മുടെ ഒരു ചൊല്ലുണ്ട് നാട്ടിൽ, സദ്യയിൽ അമേദ്യം വിളമ്പരുത്. അതുകൊണ്ട് സദ്യ ഉണ്ണു സന്തോഷമായിട്ട്. അതിന് അങ്ങനെ കാണുന്ന ഇതിനെയൊക്കെ നന്നായിട്ട് കാണൂ പ്ലീസ്. ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. ഞാൻ നന്നായി കാണുന്ന ആളാണ്. പുരോഗതിയാണ്. നിങ്ങൾ ഈ വർക്ക്ഷോപ്പെല്ലാം ഒന്ന് കയറി കാണുക. ഇതിൻ്റെ സ്ഥിതി പണ്ടിതായിരുന്നോ എന്ന് ആരോടെങ്കിലും ചോദിക്കുക. ഇതൊക്കെ നവീനമായ പുരോഗതി ഉണ്ടാകുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ. പറഞ്ഞാൽ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ അവശനായിട്ട് പോയിക്കൊണ്ടിരുന്ന KSRTC ഇന്ന് നല്ല അന്തസ്സായി. ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ KSRTC ജീവനക്കാർക്ക് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള മാറ്റമാണ് KSRTC ഉണ്ടായത്. അത് അവർക്കത് അഭിമാനമാണ്. ഒരു KSRTC ജീവനക്കാരൻ ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ മറ്റേടെ ശമ്പളം കിട്ടിയോ അങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നല്ല അടിപൊളിയാക്കുന്നുണ്ടോ, നിങ്ങൾ ഗംഭീര. ആ എക്സ്പോ കടന്നപ്പോൾ ആളുകൾ പറയും നിങ്ങൾ ഗംഭീരമാണുള്ള ആൾക്കാർ, നിങ്ങൾ ഇത്ര മിടുക്കന്മാരാണോ എന്ന് അവരോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതൊക്കെ നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നതിന്. ഇല്ല, അതങ്ങനെയൊന്നും പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത കാര്യം വളച്ചൊടിക്കണ്ട. വികലാംഗരെയൊന്നും പറഞ്ഞില്ല. ഇനി ആ വളച്ചൊടിക്കല്ലേ വേല കൈവച്ചാൽ. ഇപ്പം ഇതിനിടയ്ക്ക് എന്തിനാണ് ഈ മാമേദ്യം വിളമ്പുന്നത് ഈ സദ്യയിൽ? ഈ 15-ാം തീയതി നടക്കുന്ന വിഷൻ 2031 പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ ആർട്ടിഫിഷ്യലുകളിൽ നിന്ന് 3 പേർ ഒഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പങ്കെടുക്കണമല്ലോ. വിഷൻ 2030 എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സർവീസ് ഇരിക്കുന്നവരെ അറിയണം. അതുകൊണ്ട് എല്ലാ ജില്ലയിലും പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ നാഗരാജ്? അല്ല, ഉണ്ടോ? എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ളവർ പങ്കെടുക്കാൻ പറയുന്നുണ്ട്. അത് സർക്കാർ വയ്ക്കുന്ന ഒരു വിദഗ്ധരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു വിഷൻ ഒരു സെമിനാറാണ്. ആ സെമിനാറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഒക്കെ വിശദീകരിക്കും. 2030 എങ്ങനെയായിരിക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോക്ക്, KSRTCയുടെ പോക്ക് എങ്ങനെയായിരിക്കണം, വാട്ടർ ട്രാൻസ്പോർട്ട് എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുമ്പോൾ ആരും വരണ്ട കേട്ടോ, എല്ലാവരും വീട്ടിൽ ഇരുന്നോ എന്ന് പറയാൻ പറ്റും. എല്ലാവരും വരണം. അതൊന്നും കുഴപ്പമൊന്നും ഓഫീസ് പ്രവർത്തനത്തെയൊന്നും ബാധിക്കത്തില്ല. അങ്ങനെയൊന്നും ആശങ്ക വേണ്ട. ആ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്ത് ഒരു അപകടവും സംഭവിക്കത്തില്ല. അതുകൊണ്ടൊന്നും